കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ മട്ടാഞ്ചേരി ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ മട്ടാഞ്ചേരി ഡിവിഷൻ 39ാം വാർഷിക പൊതുയോഗം തൊപ്പമണി സി സേവ്യർ ഹാളിൽ ഡിവിഷൻ പ്രസിഡന്റ് വാസുദേവൻ കെവിയുടെ അധ്യക്ഷതയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ലാഭം കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ ബോർഡിൻ്റെ വെബ്സൈറ്റിലുള്ളതിൻ്റെ ലാഭം 623 കോടി രൂപയാണ് ലാഭം. ഈ ലാഭം ഉണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് പവർ കട്ട് എന്നൊരു സാധനമേ നമ്മൾ കേട്ടിട്ടില്ല. അതിന് അമിതമായ വിലയ്ക്ക് വൈദ്യുതി നമ്മൾ മറ്റ് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സോഴ്സിൽ നിന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി വൈദ്യുതി ഇറക്കുമതി ചെയ്തത് ഇത്തിരി ഭീകരമാണ്. ഡിവിഷൻ സെക്രട്ടറി ആൻസർ സേവ്യർ പ്രവർത്തന റിപ്പോർട്ടും ഡിവിഷൻ ട്രഷറർ ചാൾസ് ബ്രോമസ് സിറ്റി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ഇതിനു മുമ്പ് അനുവദിച്ച DAയുടെ കുടിശ്ശിക 10 തുല്യ ഗഡുക്കളാക്കി നമ്മൾക്ക് അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് ഉത്തരവ് നൽകിയെങ്കിൽ കൂടിയും ഇതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസം ഇറങ്ങിയ DAയുടെ ഉത്തരവിൽ ഈ കുടിശ്ശികയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി കെ അശോകൻ കേന്ദ്ര റിപ്പോർട്ടിംഗ് നടത്തി. സംസ്ഥാന സെക്രട്ടറി NS ഡെയ്സി, ജില്ലാ പ്രസിഡന്റ് PK രാഘവൻ, ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ KR, വനിതാവേദി ഡിവിഷൻ ചെയർപേഴ്സൺ സോയ എന്നിവർ സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളും സംഘടനയുടെ മുൻകാല നേതാക്കളും മുൻനിര പ്രവർത്തകരുമായിരുന്ന ലോറൻസ് PJ, ചാക്കോച്ചൻ MA, ഷൺമുഖം KC, ജോസി സേവ്യർ എന്നിവരെ സമ്മേളനം ആദരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം AG ജോയി സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി VV വിനോദ് അനുശോചന പ്രമേയവും ജോയിന്റ് സെക്രട്ടറി KG രമണൻ നന്ദിയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KV വാസുദേവൻ, സെക്രട്ടറി ആൻസർ സേവ്യർ, ട്രഷറർ ചാൾസ് ബ്രോമസ് സിറ്റി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.